ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപാട് പേർ എന്നോട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇൻക്യുബേറ്റർ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആകെ 19 സബ്സ്ക്രൈബേഴ്സ് ആണ് നിനക്കുള്ളത്. ആരോടാ ചോദിച്ചത് എന്നോട്? ആരൊക്കെയാണ് ചോദിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഞാൻ ആമസോണിൽ നിന്നും ഒരു ഇൻക്യുബേറ്റർ വാങ്ങി. സ്പോൺസർമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. 2500 രൂപ കൊടുത്താണ് ആ ഒരു ഇൻക്യുബേറ്റർ വാങ്ങിയത്. അത് വാങ്ങി അതിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു കോഴിക്കുഞ്ഞും ഉണ്ടായി. അപ്പോൾ ആ ഒരു കഥയാണ് നിങ്ങളുമായിട്ടിവിടെ പങ്കുവയ്ക്കുന്നത്. ഇത്തരമൊരു പാക്കേജിൽ തെർമോക്കോളൊക്കെ വെച്ച് സുരക്ഷിതമാക്കിയിട്ടാണ് ആമസോണിൽ നമുക്ക് സാധനം എത്തിച്ചിരിക്കുന്നത്. പാക്കേജിൽ ഏറ്റവും മുകളിലായിട്ട് ഇൻക്യുബേറ്ററിൻ്റെ മൂടി സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അർദ്ധവൃത്താകൃതിയിലുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ABS കൊണ്ട് നിർമ്മിച്ചതാണിത്. പിന്നെ ഇത് നമുക്ക് ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യിക്കാനുള്ള ബ്ലാക്ക് നിറത്തിലുള്ള ഒരു പവർ കേബിൾ ഉണ്ട്. അടുത്തത് ഇത്തരത്തിൽ വെളുത്ത നിറത്തിലൊരു ട്രേ ആണ്. ഇതിലാണ് നമ്മൾ മുട്ട വയ്ക്കേണ്ടത്. 7 മുട്ടകളാണ് ഇതിൽ നിറയ്ക്കാനാവുക. പിന്നെ ഇൻക്യുബേറ്ററിൻ്റെ മെയിൻ യൂണിറ്റും യൂസർ മാനുവലും കൂടി ഉണ്ട്. മെയിൻ യൂണിറ്റ് സൈഡൊക്കെ മഞ്ഞ നിറത്തിലും മുകളിൽ വൈറ്റ് നിറത്തിലുള്ള ബോഡിയോട് കൂടിയതുമാണ്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഡിജിറ്റൽ ഡിസ്പ്ലേയും 3 സ്വിച്ചും 2 LED ലൈറ്റ് നമുക്ക് കാണാം. മുകൾ ഭാഗത്തായിട്ടൊരു ടെമ്പറേച്ചർ സെൻസറും ബോഡിയിൽ ചെറുതായിട്ടൊരു പൊഴി അല്ലെങ്കിൽ ചാലും കാണാം. പുറകു സൈഡിലായിട്ട് നമുക്ക് ഈ ഒരു ഡിവൈസ് ഇലക്ട്രിസിറ്റിയിൽ പ്രവർത്തിപ്പിക്കാനുള്ള കേബിൾ കണക്ട് ചെയ്യാനുള്ള ഭാഗം കാണാം. ഇനി നമുക്കിത് പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. മുകൾ ഭാഗത്ത് കാണുന്ന ആ ഒരു ചെറിയ ചാലിൽ കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിന് മുകളിൽ മുട്ട വയ്ക്കാനുള്ള ട്രേ വയ്ക്കുക. ആ ഒരു സെൻസറിൻ്റെ വയറ് അതെപ്പോഴും പുറത്തേക്ക് വരുന്ന രീതിയിൽ വയ്ക്കണം. ഇനി നമുക്ക് പവർ ഓണാക്കാം. അപ്പോൾ ഫ്രണ്ടിലെ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ ഇതുപോലെ ടെമ്പറേച്ചർ റീഡിങ് കാണിക്കും. ഒപ്പം മുകളിലെ വർക്ക് എന്നതിൽ LED ലൈറ്റ് തെളിയുകയും ചെയ്യും. കുറച്ച് നേരത്തിനുള്ളിൽ ഡിസ്പ്ലേയിൽ ടെമ്പറേച്ചർ കൂടി വരുന്നത് കാണാം. ട്രേ വച്ചിരിക്കുന്ന ഭാഗത്ത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ടാണ് അത് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. നമുക്ക് മുട്ട വിരിയിക്കാൻ 37 അല്ലെങ്കിൽ 37.5 ഡിഗ്രി എങ്കിലും ചൂട് ആവശ്യമാണ്. ടെമ്പറേച്ചർ 38 ഡിഗ്രി എത്തിക്കഴിയുമ്പോൾ നമ്മൾ സെറ്റ് എന്ന ബട്ടൺ അമർത്തണം. അപ്പോൾ സെറ്റ് എന്നതിലെ ലൈറ്റ് ഒന്ന് മിന്നുന്നത് കാണാം. ഇനി നമുക്ക് സെറ്റിന് നേരെയുള്ള മൈനസ് ബട്ടൺ അമർത്തിയിട്ട് 37.5 ശേഷം സെറ്റ് എന്നത് ഒരിക്കൽ കൂടി അമർത്തുക. മുട്ട വയ്ക്കുന്നതിന് മുകളിലെ മൂടി എടുത്ത് മാറ്റിയാൽ ടെമ്പറേച്ചർ കുറയുന്നതും മൂടി നമ്മൾ തിരികെ വയ്ക്കുമ്പോൾ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്ത 37 ആ ഒരു ലെവൽ എപ്പോഴും കീപ്പ് ചെയ്യുന്നത് കാണാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുട്ടകൾ വെച്ച് കൊടുക്കാം. 7 മുട്ടകളാണ് ഇതിൽ വയ്ക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഇൻക്യുബേറ്ററിൽ മുട്ടയൊക്കെ വെച്ചു. 7 മുട്ടയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മുട്ട അത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ സൈഡിലും കൃത്യമായിട്ടൊരു ടെമ്പറേച്ചർ എപ്പോഴും നിലനിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മുട്ട ഓരോ ദിവസവും രാവിലെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം. ഇന്ന് വെച്ചിരിക്കുന്ന ഡയറക്ഷൻ ഏതാണോ അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് നാളെ നമ്മൾ മറ്റൊരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇത് വെച്ച് കൊടുക്കുക. പിന്നെ ഇതിൽ നമുക്കറിയാം 7 മുട്ടകളാണ് നമ്മളിങ്ങനെ വച്ചിരിക്കുന്നത്. അതിൽ ആ സെൻറ്ററിലുള്ള മുട്ട കഴിയുമെങ്കിൽ ഒഴിവാക്കി 6 മുട്ടകൾ വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻറ്ററിലാണ് ഇതിൻ്റെ ഫാനും അതുപോലെ ചൂട് വരാനുള്ള ബാക്കിയുള്ള സംവിധാനങ്ങളുള്ളത്. അപ്പോൾ ഈ സെൻറ്ററിലുള്ള മുട്ട മാത്രം ഭയങ്കര പെട്ടെന്ന് ചൂടാവുകയും അത് ആ ഒരു മുട്ട മാത്രം പെട്ടെന്ന് വിരിയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ അങ്ങനെ സെൻറ്ററിലുള്ള മുട്ട വിരിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ ഈ കാണുന്ന കോഴിക്കുഞ്ഞുണ്ടായത്. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാത്തിനും കൃത്യമായിട്ടൊരു ടെമ്പറേച്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ ഒഴിവാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കറക്റ്റായിട്ടുള്ളൊരു ടെമ്പറേച്ചർ എല്ലാ സൈഡിലും കിട്ടും. അല്ലെങ്കിൽ സൈഡിലുള്ള മുട്ടകളിലൊക്കെ ടെമ്പറേച്ചർ കുറച്ച് കുറവാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 3-4 ദിവസം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി മറ്റൊന്ന് മുട്ട വിരിഞ്ഞ് കഴിഞ്ഞാലുള്ള ഒരു വിഷയമാണ്. മുട്ട വിരിഞ്ഞ് നമ്മൾ ആ കുഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം, ആ കാണിച്ച കോഴിക്കുഞ്ഞ് അത് ചത്തുപോയി. അത് ഞങ്ങളൊരു അബദ്ധമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ തള്ളക്കോഴി ഇല്ലല്ലോ. അപ്പോൾ അതിന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെന്ന് വെച്ചാൽ അതിനെ പുറത്തെടുത്തിട്ട് ഒരു കാർഡ് ബോർഡിൽ വെച്ചിട്ട് ഫിലമെൻ്റ് ലൈറ്റ് അതിനെടുത്ത് വെച്ച് കൊടുത്തു. അപ്പോൾ ഫിലമെൻ്റ് ലൈറ്റ് കുറച്ച് നേരം കഴിയുമ്പോൾ ചൂട് ഭയങ്കരമായിട്ട് കൂടുതൽ വരും. അപ്പോൾ നമ്മൾ വെച്ച ഒരു ചെറിയ കൂടായിരുന്നു. അപ്പോൾ കഴിയുമെങ്കിൽ കുറച്ച് വലിയൊരു കാർഡ്ബോർഡ് കൂടിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ലൈറ്റ് കുറച്ച് പൊക്കത്തിൽ വയ്ക്കുക. അതിനടുത്ത് കഴിയുമെങ്കിൽ ഒരു DC ചെറിയ ഫാൻ ഉണ്ടല്ലോ നമുക്ക് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നത്, അത്തരത്തിലൊരു ഫാൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ചൂട് കൃത്യമായിട്ട് ആ കാർഡ്ബോർഡിൻ്റെ എല്ലാ സൈഡിലേക്കും ഫ്ലോ ചെയ്തുകൊണ്ടിരുന്നോളും. അപ്പോൾ അങ്ങനെ വയ്ക്കാവും. ഞങ്ങൾ വെച്ചത് പക്ഷേ ചൂട് ഭയങ്കരമായിട്ട് കൂടിപ്പോയി, അത് ചത്തുപോയി. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു ഓവറോൾ ഇതിൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസം, അതായത് 21-ാം ദിവസം തന്നെ ഒരെണ്ണം ആ സെൻറ്ററിലുള്ളത് മാത്രം വിരിഞ്ഞു. ബാക്കി ഉള്ളത് ഇപ്പോഴും ഇവിടെ ഇരിക്കുകയാണ്. അത് ഇതുവരെ വിരിഞ്ഞിട്ടില്ല.
അപ്പോൾ അതും കൂടി ഞാനിവിടെ നിങ്ങളിലേക്ക് അറിയിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ സെൻറ്ററിലുള്ള മാറ്റം. ഞങ്ങളിവിടെ ടെമ്പറേച്ചർ കറക്റ്റായിട്ട് അളന്ന് നോക്കി തെർമോമീറ്റർ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം ആ സൈഡിലുള്ളതിനൊക്കെ ടെമ്പറേച്ചർ വളരെ കുറവാണ് കിട്ടുന്നതെന്ന്. പിന്നെ വില കൂടിയ ധാരാളം ഇൻക്യുബേറ്റർ സിസ്റ്റംസ് നമുക്ക് ആമസോണിലൊക്കെ കിട്ടും. പക്ഷേ ഇതാണ് നമ്മളിപ്പോൾ വില കുറഞ്ഞ തരണം വാങ്ങി പരീക്ഷിച്ചു എന്ന് മാത്രമേ. അതുപോലെ നിങ്ങളിലേക്ക് അതൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്തു. അപ്പോൾ എന്തായാലും ഇനി കൂട്ടുകാരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്നതൊക്കെ പരിചയപ്പെടുത്താം. ഈ പറഞ്ഞ സ്പോൺസറൊന്നും ഇല്ലാത്തതാണ്, എന്നാലും നമ്മൾ ക്യാഷ് എടുത്ത് വാങ്ങി ജസ്റ്റ് ഒരു ഇൻഫർമേഷനായിട്ട് ഇട്ടു എന്ന് മാത്രം. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.